ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാൻ വന്നതാണ് ഗീതു. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, ഇത് വലിയ പാടുള്ള പണിയൊന്നുമല്ല, കുറച്ച് ക്ഷമയുണ്ടായാൽ മതി. അപ്പോൾ ഗോവിന്ദ് കളിയാക്കാണ്, അതെ അതെ ക്ഷമയുള്ളത് കൊണ്ടായിരിക്കും ഇതൊക്കെ വാരി വലിച്ച് നിലത്തിട്ടിട്ട് പോയത്. ഇപ്പോൾ ഗീതു ചമ്മാണ്. ഗോവിന്ദ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ, അപ്പോഴേക്കും ജാട അല്ലേ, എങ്കിൽ പിന്നെ ബെഡ്ഷീറ്റ് ഇല്ലാതെ കിടന്നു. ഞാൻ ഉറങ്ങും, എനിക്ക് ബെഡ്ഷീറ്റൊന്നും വേണമെന്ന് ഒരു നിർബന്ധമില്ല. എടി, നിനക്കൊരു കാര്യം അറിയോ, അച്ഛൻ മരിച്ച സമയത്ത് ബെഡ്ഷീറ്റ് പോയിട്ട് ഒരു പായ പോലും ഇല്ലാതെ കിടന്ന സമയമുണ്ട്. അത് കേട്ടതും ഗീതു പറയുന്നുണ്ട്, എൻ്റെ അമ്മോ വീണ്ടും തുടങ്ങി, ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ചു തരാം, ഒന്ന് നിർത്തുമോ? പറഞ്ഞ് രാധികാമ്മ പാടിയ താരാട്ട് പാട്ട് വരെ കണ്ണേട്ടൻ ഇപ്പോൾ പാടിത്തരും. അതിനുശേഷം ഗീതു ആ ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അവിടെ ഗീതു ബെഡ്ഷീറ്റ് വിരിക്കുന്നത് നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യും മനുഷ്യ. അങ്ങനെ ഗീതുവിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഗോവിന്ദും വരികയാണ്. അങ്ങനെ രണ്ടുപേരും പ്രണയത്തോടെ ചേർന്ന് നിന്ന് ആ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അതിനുശേഷം അതൊക്കെ സെറ്റാക്കി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അതേസമയം കാഞ്ചന മുറിയിൽ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേതത്തിൻ്റെ പോർഷൻ, ആ ഒരു നാഗവല്ലി പോർഷനൊക്കെ എത്തുന്ന സമയത്ത് കാഞ്ചന ഇങ്ങനെ പേടിയോടുകൂടി ഫോണൊക്കെ അകറ്റി നിർത്തി, എന്നാലും ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കാണുകയാണ്. ദൈവത്തിൽ അത്ഭുതമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രേതത്തിനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ കാഞ്ചന ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും പേടിയോടുകൂടി തന്നെ മണിച്ചിത്രത്താഴ് കണ്ടുകൊണ്ടേ ഇരിക്കും തോറും അവൾക്ക് പേടി കൂടിക്കൂടി വരികയാണ്. ഇതുപോലെ നല്ല ശക്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രേതങ്ങളെ അടിച്ച് പുറത്താക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് ധ്യാൻ അങ്ങോട്ടേക്ക് മതിൽ ചാടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചുറ്റിലും നോക്കിക്കൊണ്ട് ധ്യാൻ മെല്ലെ മെല്ലെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയിട്ട് രഞ്ജുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. കോൾ എടുത്തപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട്, ഇനിയും ഉറങ്ങിയില്ലേ, ഒരുപാട് ടൈമായല്ലോ. അപ്പം ഞാൻ പ്രണയത്തോട് പറയാണ്, നിന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല, അതുകൊണ്ട് ഉറക്കം വന്നിട്ടുണ്ടാവില്ല അല്ലേ എന്നൊക്കെ രഞ്ജു ചോദിക്കുന്ന സമയത്ത്, ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ നീ താമസിക്കുന്ന ആ കൂട്ടുകുടുംബമുള്ള വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്ന്. അപ്പോൾ രഞ്ജു ശരിക്കും ഷോക്കാവാണ്. അവൾ നെറ്റി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ധ്യാൻ ഇങ്ങോട്ട് വന്നോ? ഇവിടെ ആകെ ഗീതുവിനും ഗോവിന്ദേട്ടനും മാത്രമേ ധ്യാനിനെ അറിയും, ബാക്കിയുള്ളവർ കണ്ടതിനെ കള്ളനെന്ന് പേടിക്കൂട്ടോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ധ്യാൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ നിൻ്റെ റൂമിൻ്റെ പുറത്തായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഏകദേശം മുകളിലേക്ക് കയറി വരാൻ പറ്റിയൊരു പൈപ്പ് ലൈനും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എൻ്റെ മുറി ഏതാണെന്ന് ധ്യാനിന് അറിയോ? ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഒരേ ഒരു മുറി നിൻ്റെതായിരിക്കും, ഊഹിക്കാലോ. ബാക്കിയിൽ ആരും ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണല്ലോ ഉള്ളത് എന്നൊക്കെ ധ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം പ്രണയത്തോടു കൂടി രഞ്ജു പറയുന്നുണ്ട്, അങ്ങനെ വലിഞ്ഞു കയറി വന്നിട്ട് കയ്യും കാലും പൊട്ടാനൊന്നും ആക്കണ്ട, ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബാൽക്കണിയിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ധ്യാൻ അവിടെ കാണാണ്. അപ്പോൾ ധ്യാൻ ഇങ്ങനെ ഫോണിൻ്റെ ഫ്ലാഷ് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ രഞ്ജുവിന് ഭയങ്കരമായിട്ട് അവനോട് അമിതമായൊരു, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രണയം തോന്നുമല്ലോ. ആ സമയത്ത് എന്താ പറയുക, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ മെല്ലെ പറയുകയാണ്, എനിക്ക് കയറി വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്യുന്നത്. ധ്യാനാണെങ്കിൽ രഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ടേക്ക് വരികയാണ്. ആ സമയത്ത് കാഞ്ചന പ്രേത സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാഞ്ചന നോക്കുന്ന സമയത്ത് ഒരു നിഴൽ രൂപം അനങ്ങുന്നത് പോലെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ജനാലയുടെ കർട്ടൻ മാറ്റി നോക്കുന്ന സമയത്ത് ധ്യാൻ സ്റ്റെപ്പ് കയറി വരുന്നത് കാണുമ്പോൾ കാഞ്ചനയ്ക്ക് തോന്നുന്നത് ഗോവിന്ദിൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറി വരുന്നത് പോലെയാണ്. രാധിക മാമി മുറിയിൽ കയറിയപ്പോൾ പെരിയ മാമൻ്റെ ആത്മാവ് പുറത്തേക്ക് ചാടിയോ? പെരിയ മാമൻ്റെ ആത്മാവാണോ അതോ കള്ളനാണോ എന്നൊക്കെ ഇങ്ങനെ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കണം. കള്ളനാണെങ്കിൽ അയ്യപ്പണ്ണനെ വിളിച്ച് അവന് നല്ല 4 അടി കൊടുക്കണം. അങ്ങനെ കാഞ്ചന അയ്യപ്പേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ടും, അതായത് തിരുടനാണോ പ്രേതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി വരുന്ന സമയത്താണ് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് പുതപ്പൊക്കെ തലവഴി മൂടിയിട്ടാണ് രഞ്ജു താഴേക്ക് ഇറങ്ങി വരുന്നത്. കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ ബാക്കി മുഖടക്കം പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാഞ്ചന വിചാരിക്കുകയാണ്, ഇതാരാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്? ഗീതു പാപ്പയാണ് വരുന്നത് അല്ലേ? അതായത് വന്നിരിക്കുന്നത് അപ്പോൾ പേയും പിശാസും ഒന്നുമല്ല, ഗീതു പാപ്പയുടെ കാമുകനായിരിക്കും. അപ്പോഴേക്കും രഞ്ജു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ കാഞ്ചനയ്ക്ക് സന്തോഷമാവാണ്, ഇന്ന് ഗീതു പാപ്പയുടെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിന് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. അതേസമയം ഗീതു മുറിയിൽ നല്ല ഉറക്കത്തിലാണ്. അവൾ എഴുന്നേൽക്കുന്ന സമയത്ത് ദാഹിക്കുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിൽ സ്റ്റെപ്പൊക്കെ കളിക്കുന്ന രീതി, നൃത്തത്തിന് ചുവട് വെക്കുന്ന രീതിയിലൊക്കെയാണ് ഉറങ്ങുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഗീതുവിന് ചിരി വരികയാണ്. ആഹാ, ഇതെന്ത് പൊസിഷനിലാണ് ഉറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ജഗ്ഗിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. മുഴുവൻ കുടിച്ച് വറ്റിച്ചു അല്ലേ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് വെള്ളം എടുക്കാൻ പോവുകയാണ്. ആ സമയത്താണ് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്താണ് കാഞ്ചന അവിടെ പൂജയെ പോലെ ഇരുന്നിട്ട് പുറത്തോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നത്. കാഞ്ചന നോക്കുന്ന സമയത്ത് രഞ്ജു ഒരു വാളിൻ്റെ ബാക്കിൽ, അതായത് ചുവരിൻ്റെ ബാക്കിലായിട്ട് നിന്നിട്ട് ധ്യാന് രഞ്ജുവിനെ കൈപിടിച്ച് സംസാരിക്കുകയാണ്. അതായത് കൂടെയുള്ള പെണ്ണ് ആരാന്ന് കാണുന്നില്ല, ധ്യാന് സംസാരിക്കുന്നത്. അപ്പം ഗീതുവാണ് സംസാരിക്കുന്നത് സംശയിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് കാഞ്ചന. ഗോവിന്ദ മാമയെ പറ്റിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ്.
പക്ഷേ ഗീതുവിൻ്റെ, അതായത് ആ നിൽക്കുന്ന പെൺകുട്ടിയുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗീതു താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാഞ്ചന ശരിക്കും ഞെട്ടുകയാണ്. അവിടെയും ഗീതു പാപ്പ, ഇവിടെയും ഗീതു പാപ്പ ഡബിളാണോ എന്നൊക്കെ ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ്. അതിനുശേഷം ഗീതു അടുത്ത് പോയ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്താ കാഞ്ചനക്ക് ഇവിടെ ഇരിക്കുന്നതെന്ന്. ആദ്യം ഗീതുവിനെ കണ്ടപ്പോൾ പേടിയോട് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കത്തിൽ ഇതേപോലെ ഇറങ്ങിയിട്ട് പൂച്ചയെ പോലെ നടക്കുന്ന സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളത്തരം പറയാൻ നോക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാ പൂച്ചയായത്, ഒടുവിദ്യ അറിയോ? അപ്പം കാഞ്ചന പറയാണ്, അവിടെയും പാപ്പ ഇവിടെയും പാപ്പ. ഇതെന്തു വിദ്യ? അപ്പം ഗീതു സംശയത്തോടെ ചോദിക്കുകയാണ്, അവിടെ ഏത് പാപ്പയാ? ഗീതു അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് രഞ്ജുവും ധ്യാനും കൂടെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയാണ്. കാഞ്ചനയെ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഗീതു ശരിക്കും അയ്യോ അബദ്ധം പറ്റിയല്ലോ, ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കാഞ്ചന ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, അത് യാര്? അപ്പോൾ ഗീതു ഒന്നും അറിയാത്തവർ ചോദിക്കുകയാണ്, യാര് അങ്ങ നിൽപ്പത് യാര്? കാഞ്ചന വീണ്ടും ചോദിക്കുകയാണ്. കറക്റ്റാ പാര്, അവിടെ കളർ ഷർട്ട് ഉടുപ്പ് അത് യാറ് എന്നൊക്കെ ഇങ്ങനെ കാഞ്ചന പേടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗീതു വിഷയത്തെ മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, അക്ക പറയും പോലെ അവിടെ ആരും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ശബ്ദം കൂട്ടി സംസാരിച്ചിട്ട് അത് ധ്യാനിൻ്റെയും അതുപോലെ തന്നെ രഞ്ജുവിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയാണ്, ഇവിടെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ രഞ്ജു ശബ്ദം കേട്ടപ്പോൾ തന്നെ ധ്യാനെ വലിച്ചിട്ട് അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് ഗീതു കാഞ്ചനയെ പറഞ്ഞ് മയക്കുകയാണ്. അക്കയ്ക്ക് തോന്നിയതാണ്, ഇപ്പം ശരിക്കും നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് കാഞ്ചന വീണ്ടും നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ കാഞ്ചനക്കും തോന്നുകയാണ് ഇതെൻ്റെ തോന്നൽ മാത്രമാണ്, അല്ലാതെ അവിടെ ആരും ഇല്ല എന്നൊക്കെ തന്നെ വിശ്വസിക്കുകയാണ്. അതോടെ തന്നെ കാഞ്ചന സ്വതസിദ്ധമായ ശൈലിയിൽ അയ്യോ അപ്പോൾ പ്രേതാണ്, ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബോധം കെട്ട് വീഴാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പേയ് 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 എന്നൊക്കെ പറഞ്ഞ് പേടിയോടുകൂടി കാഞ്ചന അവിടെ കുഴഞ്ഞ് വീഴാണ്. ഗീതു കുറേ തട്ടി വിളിക്കുന്നുണ്ട്, കാഞ്ചനക്ക. ആ ശബ്ദം കേട്ടിട്ടാണ് രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത് പറ്റിയും ചോദിക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രേമസല്ലാപം കണ്ടിട്ട് അക്ക ബോധം കെട്ട് വീണതാണ്. അപ്പോൾ രഞ്ജു ചമ്മലോടെ ചിരിക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എവിടെ കള്ളക്കാമുകൻ? രഞ്ജു ധ്യാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പം ഗീതു ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ധ്യാനാണെങ്കിൽ പേടിയോടുകൂടി അവിടെ മറവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ചെന്നിട്ട് പറയാണ്, ഇങ്ങോട്ട് പോന്നോ, ഞാൻ അറിഞ്ഞു സംഭവം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ, ഇങ്ങനെ ആരും അറിയാതെ ചെയ്തിരുന്നെങ്കിൽ കള്ളനാണെന്ന് വിചാരിച്ചിപ്പോൾ നല്ല അടി കൊണ്ടേനെ എന്നൊക്കെ ധ്യാനോട് പറയാണ്. അപ്പോൾ നാളെ പോവുകയല്ലേ, ഇനി ഒരാഴ്ച രഞ്ജുവിനെ കാണാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് വന്നതാന്നൊക്കെ ധ്യാൻ പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ എന്തായാലും കണ്ടല്ലോ, തൽക്കാലം പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ധ്യാൻ രഞ്ജുവിനോടും അതുപോലെ തന്നെ ഗീതുവിനോടും പറയുന്നുണ്ട്. ഗീതുവിനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, അല്ല ഗുഡ് നൈറ്റ് ഒക്കെ പറയുമ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് പറയാം ഗുഡ് നൈറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ ആക്കിയിട്ടാണ് ധ്യാൻ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. രണ്ടുപേരോട് യാത്ര ചോദിച്ചിട്ട് ധ്യാൻ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം തിരിച്ച് വന്നിട്ട് കാഞ്ചനയെ എടുത്തുകൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ പൊക്കി ഹാളിൽ കൊണ്ടിരുത്തുകയാണ്. കാഞ്ചനയുടെ ബോധം തെളിഞ്ഞപ്പം വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴും കാഞ്ചന ഇങ്ങനെ പിച്ചും പേയും പറയാണ്, ഞാനേ പാത്തുള്ളൂ, ഞാൻ മട്ടും താൻ പാത്തേ. അപ്പം ഗീതു രഞ്ജുവിനെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം കാഞ്ചനയോട് പറയുന്നുണ്ട്, പാതിരാത്രി നന്ദനം സിനിമ ഇരുന്ന് തമിഴിലേക്ക് ഡബ് ചെയ്യാതെ കാര്യം എന്താന്ന് പറയാക്ക. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട്, ഗോവിന്ദ് മാമയുടെ അപ്പായുടെയും അമ്മയുടെയും ആത്മാവിനെ ഞാൻ മട്ടും താൻ പാത്തേ. അത് കേട്ടപ്പോൾ ഗീതുവിനും രഞ്ജുവിനും ഒരുപോലെ ചിരി വരികയാണ്. ആവിയുടെ മുറിയിൽ രാധിക മാമി കയറിയത് ഇഷ്ടപ്പെടാതെ 2 ആവികളും പുറത്തിറങ്ങി നടക്കുക, കാഞ്ചന പേടിയോടെ പറയാണ്. നായൻ കണ്ണാലെ പാത്തേ, അവിടെ 2 ആവികൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് കണ്ടപ്പോൾ ഗീതു വാ പൊളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രഞ്ജുവിനെ നോക്കുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഇല്ല അതൊക്കെ വെറുതെ പറയാ. ഇതൊന്നും മനസ്സിലാവാതെ കാഞ്ചന പറയുന്നുണ്ട്, ആവികൾക്ക് ശാപമോക്ഷം കിട്ടി, രാധിക മാമി കാരണം അവർക്ക് പഴയതുപോലെ പുറത്തേക്ക് വരാനും ഒന്നിച്ച് ജീവിക്കാനും അവസരം കിട്ടി. അപ്പോഴേക്കും ഗീതു കാഞ്ചനയെ പേടിപ്പിക്കുകയാണ്, ഇത് ആരോടും പറയാതെ വേഗം പോയി കിടന്നുറങ്ങിക്കോ, പുറത്ത് പറഞ്ഞാലേ ആവികൾക്കത് ഇഷ്ടപ്പെടില്ല. അതിനുശേഷം ഗീതു രഞ്ജു പോകാൻ ശ്രമിച്ചപ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട്, എന്നെ മുറിയിലാക്കിയിട്ട് പോ. അപ്പോൾ രഞ്ജു തമാശയോടെ വയ്ക്കുകയാണ്, അപ്പോൾ ആവികൾ അവിടെ വന്നാലോ? അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട്, മൊബൈലിൽ ദൈവ സിനിമകൾ വെച്ച് കിടന്നോളാം. അപ്പോൾ രഞ്ജു വയ്ക്കുന്നുണ്ട്, ഏത് സിനിമ? ലൂസിഫർ. അത് കേട്ടപ്പോൾ ഗീതു രഞ്ജു ചിരിക്കുകയാണ്. അതേസമയം കിഷോർ മുറിയിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർണികയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് അജാസ് ആയിരിക്കും എന്നുള്ളൊരു ദേശത്തിലാണ് കിഷോർ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. നാളെ അവർണികയ്ക്ക് ചെക്കപ്പിനുള്ള ദിവസമാണ്, അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് പറയുന്ന സമയത്ത് കിഷോർ ഓക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടൊക്കെ അവർണിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഫോൺ റിങ് ചെയ്യുന്ന കേട്ടായിരുന്നല്ലോ, ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, ഇത്തവണ എൻ്റെ കൂടെ നീയും കൂടെ ചെക്കപ്പിന് വരണം. പക്ഷേ കിഷോറിന് അതിന് താല്പര്യമില്ല, അമ്മയും കൂട്ടിക്കൊണ്ട് പോയിക്കോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെയും കൂട്ടിക്കോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവർക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ വന്നേ പറ്റൂ, ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഭർത്താവില്ലേന്ന്. അപ്പം കിഷോർ പുച്ഛത്തോടെ പറയാണ്, ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, അപ്പം എൻ്റെ കൂടെ വരില്ലെന്ന് വാശിയാണല്ലേ? എന്നോട് വെറുപ്പും ശത്രുതയുള്ളവരുടെ കൂടെ ഞാൻ എന്തിനു വരണം? കിഷോറും തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയോ ശ്രീജയോ വിളിച്ചോണ്ട് പോ. അപ്പോൾ അവർണികയും പറയുന്നുണ്ട്, ആരെ വിളിക്കണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട് പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചപ്പോഴേക്കും കിഷോർ പിന്നീന്ന് വിളിക്കുകയാണ്, അതെ
നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ടിൻ്റെയും ഈ വീടിൻ്റെയും മുഴുവൻ അവകാശം എനിക്ക് തന്നിട്ട് നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ. അവനോട് തിരിച്ച് പ്രതികരിക്കുന്നില്ലെങ്കിലും അവർണിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നെ ഒതുക്കാനും നിനക്കുള്ള 8ൻ്റെ പണി തരാനും എനിക്കറിയാം കിഷോർ, നീ കാത്തിരുന്നോ. എന്നിട്ടൊന്നും മിണ്ടാതെ അവനെ ഒന്നുകൂടെ നോക്കിയിട്ട് അവർണിക മുറിയിൽ നിന്നും പുറത്തിറങ്ങി പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.